ഹായ് ഓൾ, ട്രാവൽ നോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജിതിൻ. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ബാംഗ്ലൂരിൻ്റെ ഇന്ദിരാനഗറിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. രാവിലെ ഒരു 8 മണിയായിട്ടുണ്ട് സമയം. ആൾക്കാരെല്ലാം വാക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു രാവിലത്തെ ഒരു ഭംഗി. സാധാരണ ബാംഗ്ലൂരിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്, ബ്ലോക്കൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷേ ഈ സമയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വണ്ടികളുണ്ട് വഴിയിൽ. പക്ഷേ നമ്മൾ മൊത്തം മരങ്ങളും ആ ഒരു ഗ്രീനറിയും ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടങ്ങി. ഇവിടെ നിന്ന് ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന. അപ്പോൾ ബാംഗ്ലൂരിൻ്റെ മോർണിംഗ് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഇതാണ് ഇവിടുത്തെ നോർമൽ BMTC ബസ്. ഇത് പണ്ട് തൊട്ടേ ഉള്ളൊരു കളറാണ്. ഞങ്ങൾ ബാംഗ്ലൂരിൽ പപ്പായുടെ സിസ്റ്ററിൻ്റെ വീടുണ്ടായിരുന്നു. അവിടെ കയറി ഞങ്ങളിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ഇനി ഏകദേശം ഞങ്ങൾ കുറേ ലേറ്റായി. ഒരു 10:15 ആയിട്ടുണ്ട് ടൈം, 10:10 ആയിട്ടുണ്ട് ടൈം. ഇനി മാപ്പിൽ കാണിക്കുന്നത് ഏകദേശം 8 മണിക്കൂർ 57 മിനിറ്റാണ് കാണിക്കുന്നത്. 585 കിലോമീറ്റർ ഉണ്ട്. 7 മണിയാണ് എത്തുന്ന ടൈം കാണിക്കുന്നത്. ഏതായാലും നമ്മൾ ലേറ്റ് ആകും. ഞങ്ങളിപ്പം ഹൈവേയുടെ അടുത്തായി. ഇവിടാണ് കെമ്പഗോഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്ത്. ഇവിടെ നിന്ന് റൈറ്റിലേക്ക് ഒരു 4 കിലോമീറ്റർ ആണ്. ഇവിടെ മുതലേ ടാക്സിയും അങ്ങനത്തെ വണ്ടികളുടെ എല്ലാം തിരക്കാണ്. വഴിയിലെല്ലാം കാറുകൾ പാർക്ക് ചെയ്തേക്കുവാണ്. ഇത് കുറച്ച് ഇവിടുത്തെ എയർപോർട്ട്, ബാംഗ്ലൂരിലെ എയർപോർട്ട് സിറ്റിയിൽ നിന്ന് കുറച്ച് ഔട്ട്സ്കേർട്ട് ഭാഗത്തായിട്ടാണ്. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. റൈറ്റ് സൈഡിലാണ് ഈ ഒരു എയർപോർട്ട്. ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ എല്ലാം വണ്ടിയുടെ തിരക്കാണ്. കംപ്ലീറ്റ് ടാക്സീസ് ആണ് ഇവിടെ. എയർപോർട്ടിൻ്റെ ഒരു സൈഡിൽ കൂടെയാണ് വന്നത്. അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പ്ലെയിൻസ് ഒക്കെ പൊങ്ങുന്നുണ്ട്. കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ കിട്ടും. പക്ഷെ നമുക്ക് സമയമില്ല. അവിടെ നിർത്തണമെന്നുണ്ട്, പക്ഷേ സമയമില്ല. ഇവിടെ നേരെ എയർപോർട്ടിൻ്റെ ഭാഗമാണ് ഇത്. ഇവിടെ നേരെ നമ്മൾ NH44ലേക്ക് കയറുവാണ്. ഇതാണ് എയർപോർട്ടിൻ്റെ മതിലാണ്. ഇതിൻ്റെ അപ്പുറത്താണ് ടേക്ക് ഓഫ് ഒക്കെ ചെയ്യുന്നത്. ഇതൊക്കെ നോ ഡ്രോൺ ഏരിയ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ NH44ലേക്ക് കയറുവാണ്. മേളിൽ കൂടെ പോകുന്നതാണ് NH44. അങ്ങോട്ടേക്ക് ഞങ്ങൾ കയറുവാണ്. ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്കിനും സൈഡിലേക്ക് വണ്ടി നിർത്താതിരിക്കാൻ തോന്നിയില്ല. കാരണം ഇവിടെ നിന്നുള്ള ആ വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. താഴെ കുറേ പിള്ളേർ, അവിടെ സ്കൂള് പിള്ളേരൊക്കെ ഇന്ന് കളിക്കുകയും ചെയ്യുന്നു. തൊട്ട് ബാക്കിലായിട്ട് വലിയ മലനിരകളാണ്. ഇങ്ങനെ ചുറ്റും മലകളാണ്. ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണിത്. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. ഈ ഹൈവേ ഇങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെ അങ്ങോട്ട് കിടക്കുന്നു. സൈഡിലായിട്ട് ഇങ്ങനെ മല, അങ്ങ് ദൂരെ ഫ്രണ്ടിലാണെങ്കിലും നമുക്ക് കുറേ മലകൾ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും.
നിന്ന് ലെഫ്റ്റിലോട്ട് അഗലഗുർക്കി എന്ന് പറഞ്ഞൊരു സ്ഥലം കാണിക്കുന്നുണ്ട്. ലെഫ്റ്റിലേക്ക് കുറേ മുന്തിരിത്തോട്ടങ്ങളും അതിൻ്റെ അപ്പുറത്ത് കുറേ വീടുകളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറേ ദൂരം ഞങ്ങളൊരു കയറ്റത്തിൽ ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ കുറേ സ്ഥലങ്ങൾ, വീടുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മലകളുണ്ട്. അതുപോലെ തന്നെ വലത്ത് സൈഡിൽ ഞങ്ങൾ വന്നപ്പോഴും കണ്ടായിരുന്നു ഒരു ഏരിയ കംപ്ലീറ്റുള്ള വെള്ളത്താൽ നിറഞ്ഞു നിൽക്കുവാണ്. ഇതിൻ്റെ ഇപ്പുറത്തോട്ട് മാറി ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടതാണ് ഒരു സ്ഥലം, ഒരു ബിൽഡിംഗ് അല്ല അത് ആക്ച്വലി. അതെനിക്ക് തോന്നുന്ന ഒരു ഗ്രീൻ ഹൗസ് പോലത്തെ എന്തൊരു സംഭവമാണ്. അത് ഫുള്ള് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുവാണ്. അടിപൊളി വ്യൂ ആണ്. വെറുതെ അല്ല ഞങ്ങൾ ലേറ്റ് ആകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് നേരം സ്ലോ ഡൗൺ ചെയ്യും വണ്ടി, അല്ലെങ്കിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നോക്കും. ഇങ്ങനെ അവിടെ കണ്ട ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കും. അതൊരു ഒരു പ്രത്യേക ഒരു ഫീലാണ്. ഇതൊക്കെ ഒന്ന് കാണാനും ഒക്കെ ഭയങ്കര എല്ലാവരുടെയും ഒരു പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആയിരിക്കും. ചില ആൾക്കാർ ഡയറക്റ്റ് ഡ്രൈവിങ്ങിലായിരിക്കും ഫുൾ ഫോക്കസ്. പക്ഷെ എനിക്ക് ഡ്രൈവിങ്ങിനേക്കാൾ ഉപരി എനിക്കിഷ്ടം, എനിക്ക് ലോങ് ഡ്രൈവ് അത്ര താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ താല്പര്യമില്ല. പക്ഷേ ഈ ഒരു പ്രകൃതിയും ഈ ഒരു മലകളും മലനിരകളും അതുപോലെ തന്നെ റിവേഴ്സും പിന്നെ ഈ പാടങ്ങളും ഈ മുന്തിരിത്തോട്ടങ്ങളും ഒക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗി തന്നെയാണ്. അതാണ് ഒത്തിരി ആസ്വദിക്കുന്നത് ഈ ഒരു റോഡ് ട്രിപ്പിൽ. ഏകദേശം 513 കിലോമീറ്റർ ഉണ്ട്. 7.5 മണിക്കൂറാണ് കാണിക്കുന്നത്. ഒരു ചൊല്ലുണ്ടല്ലോ, ട്രാവൽ മേക്സ് യു സ്പീച്ച്ലെസ് ബട്ട് ലേറ്റർ ഇറ്റ് വിൽ മേക്ക് യു എ സ്റ്റോറി ടെല്ലർ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് സ്പീച്ച്ലെസ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയാണ്. അതുപോലെ മനോഹരമായിട്ടുള്ള വ്യൂസാണ്. സൈഡിലെ കൃഷികളും എല്ലാം നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. അങ്ങനെ ഏകദേശം 100 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടോൾ ഗേറ്റിൽ ഞങ്ങൾ എത്തി. ഇന്നലെ ഞങ്ങൾ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ വരാനായിട്ട് ഏകദേശം 850 രൂപയായി. ഇന്നത്തെ എത്രയാണെന്നുള്ളത് ഞങ്ങൾ വീഡിയോയുടെ ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് കൂട്ടിയിട്ട് പറയുന്നതായിരിക്കും. അടികനഹള്ളി, ഓക്കെ. അങ്ങനെ ടോൾ ഗേറ്റ് കഴിഞ്ഞിട്ട് RTO കർണാടക RTOയുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. തൊട്ട് പുറകിലായിരുന്നു. അത് കഴിഞ്ഞ് ഇനി മുമ്പിലോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ ബോർഡർ ആയിരിക്കും. ഇനി ഉടനെ ആന്ധ്രയിലോട്ട് നമ്മൾ കയറുന്നതായിരിക്കും. കർണാടക കഴിഞ്ഞ് ബോർഡറിലോട്ടൊക്കെ കയറുന്നോടം വരെ കുറച്ച് ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ കൃഷികളും അതുപോലെ തന്നെ ഗ്രീനറി കുറച്ചും കൂടെ അധികം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പതുക്കെ ബോർഡറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പതുക്കെ നമുക്ക് കാണാൻ പറ്റും കുറച്ചും കൂടെ ഡ്രൈ ആയിട്ടുള്ള ഏരിയാസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. മലകളൊക്കെ ആണെങ്കിൽ തന്നെ അത്ര ഗ്രീനറി വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ട്രാൻസിഷനാണ്. അവിടെ നിന്ന് നമ്മൾ കേരളത്തിൽ നിന്നാണെങ്കിൽ കംപ്ലീറ്റ് ഒരു ഗ്രീനറി. അതുകൊണ്ടാണ് കേരളത്തിൽ ഞങ്ങളൊരു 2 വർഷം കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ വരുന്നത്. ആ ഒരു ഗ്രീനറി കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൊതിയാണ്. അതുപോലെ എന്ന് പറഞ്ഞാൽ ആ ഒരു നല്ല നേച്ചർ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ലാൻഡ്സ്കേപ്പ് മാറും. അതുപോലെ തന്നെ ആ ഒരു ഗ്രീനറിയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറും. പക്ഷേ ഇവിടുത്തെ വഴികളെല്ലാം നല്ല സ്ട്രെയിറ്റ് വഴികളാണ്. നല്ല വണ്ടി ഓടിക്കാനൊക്കെ നല്ല ഡ്രൈവിങ്ങിന് പറ്റിയ വഴികളാണ് ഈ ഹൈദരാബാദിലേക്കുള്ള വഴി. കുറേ മലനിരകൾ കാണാനായിട്ട് സാധിക്കും. നല്ലൊരു ഇറക്കമാണ്. മുൻപോട്ട് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ഒരു ഇറക്കമാണ്. അതുകൊണ്ട് നമ്മളൊരു ഹൈറ്റിലാണ് നിൽക്കുന്നത്. നമ്മളൊരു മലയുടെ മേളിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റിനുമുള്ള മലയുടെ മേളിൽ കാറ്റാടി നിൽക്കുന്നതാണ്. കാറ്റാടി യന്ത്രം നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും.
ഇന്ത്യയുടെ മാനുഫാക്ചറിങ് പ്ലാന്റ് ആണ് ഇനി അടുത്തത്. എനിക്കൊന്ന് അധികം ദൂരമില്ല ഇവിടെ നിന്ന്. ഇങ്ങോട്ട് വന്നപ്പോഴും ഞങ്ങൾ അത് കഴിഞ്ഞ് ഇമീഡിയറ്റ് ആയിട്ടാണ് ഈ ഒരു കാറ്റാടിയും കാര്യങ്ങളൊക്കെ കണ്ടത്. ഇന്ത്യ എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് കിയ ഉള്ളത്. റൈറ്റ് സൈഡിൽ കാണാം, ഇതാണ് അനന്തപൂരിലുള്ള കിയ മാനുഫാക്ചറിങ് യൂണിറ്റ്. അതുപോലെ തന്നെ മൊബീസും ഇവിടെയുണ്ട്. മൊബീസ് ഹുണ്ടയുടെ അല്ലേ? ഓക്കെ, ഇവിടെ മൊബീസിൻ്റെ ഇതുണ്ട്. മൊബീസ് എനിക്ക് തോന്നുന്നത് ഹുണ്ടയുടെ ആണെന്ന് എനിക്ക് തോന്നുന്നു. മൊബീസ് ചിലപ്പോൾ ഇവരുമായിട്ട് ടൈപ്പ് ആയിരിക്കാം, മേ ബി. എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. ഞാനിപ്പോഴാണ് അത് കാണുന്നത്. അപ്പോൾ ഇതാണ് കിയയുടെ പ്ലാന്റ്. ഞങ്ങളുടെ വണ്ടി ഏകദേശം 50,000 കിലോമീറ്റർ ആകാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ 49,995 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഞങ്ങൾ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം 4 വർഷം ആകുന്നു. സെപ്റ്റംബറിലാണ് 4 വർഷം ആകുന്നു. അങ്ങനെ 50,000 ആകാനായിട്ട് പോവുകയാണ്. ഇതിൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ ഫസ്റ്റ് വണ്ടിയാണിത്. അതുകൊണ്ട് അതുപോലെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു വണ്ടിയാണ് ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങളുടെ വണ്ടി 50,000 ആയിരിക്കുന്നു. ഹൈദരാബാദിൽ എത്താനായിട്ട് ഏകദേശം 350 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 250 കിലോമീറ്റർ കവർ ചെയ്തു. അപ്പോൾ ടൈം ഇപ്പോൾ ഏകദേശം 2:20 ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡും കഴിക്കേണ്ട സമയം. അങ്ങനെ എവിടെയെങ്കിലും തണൽ കിട്ടുവാണെങ്കിൽ അവിടെ നിർത്താമെന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് ഇവിടെ ഒരു പാടം. ഇവിടെ ഒരു ഫീൽഡ് പാടമുണ്ട്, ഫ്ലോ ചെയ്യുവാണ്. അപ്പോൾ അതും കൂടെ കാണാമെന്ന് വിചാരിച്ച് ഇവിടെ ചവിട്ടിയതാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഒരു ഇത് എന്നാന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെയൊന്നും കാണാനായിട്ട് കിട്ടത്തില്ല. കൂടുതലും ട്രാക്ടേഴ്സും കാര്യങ്ങളൊക്കെയാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച ഇവിടെ കാണാനായിട്ട് ഇടയായി. ചേട്ടനോട് ചോദിച്ചു, ഇവിടെ കോട്ടൺ ഇടാനായിട്ടാണ് ഇവർ ഈ ഒരു ഫീൽഡ് ഒരുക്കിയെടുക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഫുഡും കഴിക്കണം. ഏതായാലും ഇവിടെ നിർത്തി. ഇവിടെ കുറച്ച് തണലൊക്കെ ഉണ്ട്. ദേ കാളവണ്ടി ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, മോഡേൺ കാളവണ്ടി. ഇവിടെ തണലും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. മമ്മി കുറേ ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ കഴിക്കാണ്ട് പോവാം. കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ കാളയെ കൊണ്ട് നില ഒരുക്കുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാണ്ട് പോയിട്ടു. ഇതേതാ പ്ലേറ്റ്? അവിടെ നിർത്തും. ഓ നൈസായിട്ട് അത് അടിച്ചു മാറ്റി. അടിച്ചു മാറ്റിയല്ലോ, എടുത്ത. ചോറ്, ഇറച്ചി, സാമ്പാർ, മോര്, തോരൻ, പിന്നെ ഇതെന്താ, മെഴുക്ക് വരട്ടി. ഓ അടിപൊളി. അച്ചാറും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് പോകുന്നത്. പാടമൊക്കെ കണ്ട് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ യാത്ര തുടരുവാണ്. ഇനി ഏകദേശം 5 മണിക്കൂറിൽ എത്തും.
20 കിലോമീറ്ററോളം ഉണ്ട്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക, കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ അങ്ങ് പോവുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 3:15 ആയിട്ടുണ്ട്. അങ്ങനെ പോകും. വലിയ തിരക്കില്ല, വഴിയിൽ വലിയ തിരക്കില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ ഒത്തിരി തിരക്ക് തോന്നി ഞങ്ങൾക്ക്. ഇന്ന് അത്രയും തിരക്ക് ഫീൽ ചെയ്യുന്നില്ല, വഴിയിലൊക്കെ വണ്ടികൾ വളരെ കുറവാണ്. ഇനി ഏകദേശം 150 കിലോമീറ്ററും കൂടി ഉണ്ട്. 2.5 മണിക്കൂറിൽ വീട്ടിലെത്തും. ഞങ്ങൾ അതിൻ്റെ തൊട്ട് മുമ്പ് ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. നല്ല രസമുണ്ട്, കുറേ ദൂരം ഇങ്ങനത്തെ പാടങ്ങളുണ്ട്. ഈ ഒരു സൺസെറ്റിൻ്റെ ടൈമിൽ പാടങ്ങളും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. സ്ഥലവും കാര്യങ്ങളൊക്കെ മാറി, ഇപ്പോൾ കൃഷികൾ മാറി, കാണുന്ന കാഴ്ചകൾ മാറി, എല്ലാം ഒത്തിരി വ്യത്യാസങ്ങൾ ഈ ഒരു യാത്രയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ NH44 ഡീവിയേറ്റ് ചെയ്ത് ORRലോട്ട് കയറിയിരിക്കുവാണ്. ഹൈദരാബാദ് ORR ഞങ്ങൾ കയറി. ഇനി ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറിൽ നമ്മൾ വീടെത്തും. ഏതായാലും നമ്മൾ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഫൈനലി നമ്മുടെ വീടെത്തുമ്പോൾ നമ്മുടെ സ്ഥലം എത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം, കംഫർട്ട് നമുക്ക് ഫീലാവും. അതങ്ങനെയാണല്ലോ, നമ്മൾ താമസിക്കുന്ന സ്ഥലം, ആ ചുറ്റുപാട്, അത് ഈവൻ ഞങ്ങൾ കുറച്ച് വർഷമായതേ ഉള്ളൂ ഇവിടെ വന്നിട്ട്, എന്നാലും നമ്മുടെ വീട് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ നമുക്കതൊരു ഒരു കംഫർട്ട് ഫീൽ ചെയ്യും. അത് ഞങ്ങളിവിടെ എത്തി. ഏതായാലും ഇനി അധികം ദൂരമില്ല, ഒരു 30 മിനിറ്റ്സിൽ ഞങ്ങൾ വീടെത്തും. ഒരു ORR എന്ന് പറയുന്നത് സിറ്റിയുടെ ഏത് സൈഡിലേക്കും പോകണമെങ്കിൽ നമുക്ക് ഈ ഒരു ORRലോട്ട് കയറി കഴിഞ്ഞാൽ ട്രാഫിക് ഇല്ലാതെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. പക്ഷേ കുറച്ച് ദൂരം യാത്ര ചെയ്യണം. എന്നാലും പീക്ക് ടൈമിലൊക്കെ ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ. അതുകൊണ്ട് മിക്കവാറും ഞങ്ങൾ സിറ്റി സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ തിരക്കാണെങ്കിൽ, ടൈം ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ ഒരു ORR ആണ് ഓപ്റ്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. സാധനങ്ങളെല്ലാം ഇരിക്കുകയാണ്, എല്ലാം അൺലോഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ 8:30 ആയി. ഒരു മണിക്കൂറേ ലേറ്റ് ആയുള്ളൂ. ഏകദേശം 10 മണിക്കൂർ എടുത്തു. 9 മണിക്കൂർ വേണം, 10 മണിക്കൂർ എടുത്തു. ലഞ്ച് ടൈം അങ്ങനെ ഒരു 1 hour അങ്ങനെ പോയി. അങ്ങനെ സാധനങ്ങളെല്ലാം ഇറക്കി എല്ലാം മേളിൽ കൊണ്ടുവെക്കണം. ആയിരുന്നു. 1 hour ലേറ്റ് ആയുള്ളൂ. അത് ഞങ്ങൾ ഫുഡ് കഴിക്കാനും അതുപോലെ ടീ ബ്രേക്കും അങ്ങനെ എടുത്ത് അതെല്ലാം കൂടെ 1 hour. അങ്ങനെ 8:30 ആയപ്പോൾ ഞങ്ങൾ ഫൈനലി വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ ഈ യാത്രയൊക്കെ കുഴപ്പമില്ലായിരുന്നു, സേഫ് ജേർണി ആയിരുന്നു. നല്ല കാഴ്ചകളും ഒക്കെ കണ്ട് ഞങ്ങൾ ഇവിടെ എത്തി. അപ്പോൾ ഇന്നത്തെ ടോള് ഫ്രം ബാംഗ്ലൂർ ടു ഹൈദരാബാദ് 645 rupees ഞങ്ങൾക്ക് ആയത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.